ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ എല്ലാവരും രാധികയെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയും പ്രത്യേകിച്ച് രാധികയുടെ മേൽ പഴിചാരി രാധികയെ കുറ്റവാളിയാക്കിക്കൊണ്ടുള്ള കൽപ്പനയുടെ സംസാരം കേട്ട് ആകെ വിഷമത്തോടെ എല്ലാവരും നിന്നു. കൽപ്പനയുടെ വാക്കുകൾ സഹിക്കാനാകാതെ എല്ലാവരും കൽപ്പനയ്ക്കെതിരെ ശബ്ദമുയർത്താനായി മടി കാണിച്ചങ്ങനെ നിൽക്കുമ്പോൾ ഇതെല്ലാം കേട്ട് സഹിക്കാനാകാതെ മനസ്സിൽ വേദന തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന രാധിക ഉടനെ എല്ലാവരും കേൾക്കെ പറഞ്ഞു, ശരിയാണ്, എൻ്റെ ജീവിതം കൊണ്ട് ഒരു നേട്ടവും ഉണ്ടായിട്ടില്ല എന്ന് രാധിക സമ്മതിക്കുമ്പോൾ കൽപ്പന ചോദിച്ചു, ശരി, നീ ഈ വീട്ടിലെ ഐശ്വര്യമാണെന്നാണല്ലോ ഇവിടെയുള്ളവരെല്ലാവരും പറയുന്നത്. കണിമംഗലത്തിന്റെ ഐശ്വര്യവും കണിമംഗലത്തിന്റെ ഈ പ്രതാപവും ഒക്കെ ഉണ്ടാക്കി കൊടുത്തത് നീയാണെന്നാണല്ലോ ഇവിടെ എല്ലാവരുടെയും വിശ്വാസം. എന്നാൽ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, നീ ആ പറയുന്ന ആ വിശ്വാസം നിലനിർത്താൻ നിനക്ക് ഈ കുടുംബത്തിന്റെ എല്ലാവരുടെയും വിശ്വാസം ശരിയാണെന്ന് ഉറപ്പിക്കാനായിട്ട് നീ നിന്റെ ഏട്ടനെന്ന് പറഞ്ഞ് വിളിച്ചു നടക്കുന്ന ഈ നിൽക്കുന്ന സൂര്യയുടെ ഈ അവസ്ഥയിൽ നിന്ന് സൂര്യ എഴുന്നേൽപ്പിക്കാൻ പറ്റുമോ? അല്ല, നീ പറയാറുള്ളത് പോലെ ഇവിടെയുള്ളവരൊക്കെ വിചാരിക്കുന്നതും പറയുന്നതും ജീവശവമായ മനുഷ്യനെ നീ ഒറ്റയൊരാൾ ശ്രമിച്ചാൽ അയാളെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ കഴിയുമെന്നാണ്. ഞാൻ കൂടുതലൊന്നും ചോദിക്കുന്നില്ല. നിനക്ക് ഈ ഇരിക്കുന്ന സൂര്യയെ ഈ അവസ്ഥയിൽ നിന്ന് നേരെ നിർത്താൻ നിനക്ക് സാധിക്കുമോ? സൂര്യയെ എഴുന്നേൽപ്പിച്ച് നടത്താൻ കഴിയുമോ? തളർന്നുപോയ സൂര്യയുടെ ഈ കാലുകൾക്ക് ബലം നൽകി അത് ചലിപ്പിക്കാൻ നിനക്കാകുമോ? എന്താ നിനക്കും നിന്റെ കൃഷ്ണനും അതിന് സാധിക്കുമോ എന്ന് കൽപ്പന വെല്ലുവിളിക്കുന്നത് കേട്ട് തൻ്റെ ഭഗവാന്റെ മേലും തൻ്റെ ഭക്തിയുടെ മേലുമുള്ള സംശയത്തിന്റെ പേരിൽ അങ്ങനെയൊരു സംസാരം ഉണ്ടായത് കേട്ട് അവസാനം സഹിക്കാനാകാതെ രാധിക പറഞ്ഞു, പറ്റും. അത് കേട്ടതും എല്ലാവരും ഞെട്ടലോടെ അങ്ങനെ നോക്കുമ്പോൾ മുത്തശ്ശി പോലും പുഞ്ചിരിയോടെ ആ വാക്ക് കേട്ട് അതിശയപ്പെട്ടങ്ങ് നിൽക്കുമ്പോൾ രാധിക പറഞ്ഞു, അതെ, എൻ്റെ ഭഗവാന് ഏടത്തി ചോദിച്ച ഈ ചോദ്യത്തിന് മറുപടി നൽകാൻ കഴിയും. ഏടത്തി പറഞ്ഞതുപോലെ എൻ്റെ ജീവൻ കൊണ്ട് ആർക്കും ഒരു നേട്ടം ഉണ്ടായിട്ടുണ്ടാവില്ല, അത് ശരി തന്നെയാണ്. പക്ഷേ എനിക്ക് വിശ്വാസമുണ്ട്, എൻ്റെ ഏട്ടനെ ഏടത്തി പറഞ്ഞതുപോലെ എൻ്റെ ഏട്ടനെ എഴുന്നേൽപ്പിച്ച് നിർത്താൻ എൻ്റെ ഭഗവാന് കഴിയുമെന്ന്. ഈ ചികിത്സ കൊണ്ടും പ്രാർത്ഥന കൊണ്ടും എൻ്റെ ഏട്ടനെ പഴയ സ്ഥിതിയിലേക്ക് ആക്കാൻ സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്ന് പറഞ്ഞതും കൽപ്പന പറഞ്ഞു, വെറുതെ ഇങ്ങനെ ഓരോരുത്തർക്കും വെറുതെ വായ്ത്താളം അടിക്കാൻ സാധിക്കും, എന്നാൽ അതൊന്നും ഒരിക്കലും പ്രാവർത്തികമാക്കാൻ കഴിയില്ല, അതാണ് സത്യം എന്ന് വീണ്ടും രാധികയെ വെല്ലുവിളിച്ചുള്ള കൽപ്പനയുടെ വാക്കുകൾ കേട്ട് രാധിക പറഞ്ഞു, എന്നാൽ ഈ കൽപ്പനയെടുത്തി പറഞ്ഞതുപോലെ ഞാൻ പറയുന്നു, നിങ്ങളെല്ലാവരുടെയും ആഗ്രഹം പോലെ എൻ്റെ ഏട്ടൻ തീർച്ചയായിട്ടും എഴുന്നേറ്റ് നിൽക്കും. നിങ്ങളെല്ലാവരും കേൾക്കാനായിട്ട് ഞാൻ പറയുകയാണ്. ഞാൻ വിശ്വസിക്കുന്ന, ഞാൻ പ്രാർത്ഥിക്കുന്ന എൻ്റെ ഭഗവാൻ എൻ്റെ ഏട്ടനെ എഴുന്നേൽപ്പിച്ച് നിർത്തുന്നത് വരെ ഇനി ഞാൻ പച്ചവെള്ളം കഴിക്കില്ല. ഞാൻ ജലപാനം കഴിക്കില്ല. ഇത് തീർച്ച. ഇന്ന് മുതൽ, ഈ നിമിഷം മുതൽ ഞാൻ നിരാഹാരം ഇരിക്കാൻ പോവുകയാണ്. എൻ്റെ ഏട്ടനെ എഴുന്നേൽപ്പിച്ച് നിർത്തുന്നത് വരെ ഞാൻ നിരാഹാരത്തിലായിരിക്കും. അത് കേട്ടതും എല്ലാവരും ആകെ ഞെട്ടലോടെ നോക്കി. മോളെ രാധികെ എന്ന് ഉടനെ പരമേശ്വരൻ വിളിച്ചു. മോളെ, നിന്റെ ഭക്തിയിലും നിന്റെ പ്രാർത്ഥനയിൽ ഞങ്ങൾക്കാർക്കും അവിശ്വാസമില്ല. പക്ഷേ ഒരു കാര്യം മോളോട് ഞാൻ പറയുന്നത്, മോള് ഇങ്ങനെയുള്ള ഒരു തീരുമാനമൊന്നും എടുക്കരുത്. ഒരിക്കലും മോള് ഇങ്ങനെയൊന്നും ചിന്തിക്കുകയും ചെയ്യരുത്. എന്തിന്റെ പേരിലാണെങ്കിലും ശരി, സ്വന്തം ജീവിതം വെച്ച് സ്വന്തം ജീവനും പണയപ്പെടുത്തിയുള്ള ഈ ഒരു കടുത്ത തീരുമാനം അത് വേണ്ട മോളെ എന്ന് പറയുമ്പോൾ രാധിക പറഞ്ഞു, അച്ഛാ, എൻ്റെ ജീവനും എൻ്റെ ജീവിതവും ഒക്കെ ഭഗവാങ്കൽ അർപ്പിച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അച്ഛൻ ദയവ് ചെയ്ത് ഇതിനെതിരെ പറയരുത്. അച്ഛൻ പറഞ്ഞതുപോലെ എൻ്റെ ഈശ്വരൻ എനിക്ക് കാവലായിട്ടുണ്ടാകുമെന്നതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. എൻ്റെ ഭഗവാനിലുള്ള എൻ്റെ വിശ്വാസം അത്രത്തോളം അടിയുറച്ചതാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ കണ്ണൻ എന്നെ കൈവിടില്ലെന്നും എനിക്ക് ഉറപ്പുണ്ട്. ദയവേത് ആരും എന്നെ എൻ്റെ ഈ തീരുമാനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കരുത്. തീർച്ചയായിട്ടും എൻ്റെ പ്രാർത്ഥന ഈശ്വരൻ കേൾക്കുക തന്നെ ചെയ്യും. എൻ്റെ കണ്ണൻ അതിന് എനിക്ക് മറുപടി നൽകും. അതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല എന്ന് രാധിക എല്ലാവരോടും അറിയിച്ചു. അതിനുശേഷം രാധിക പൂജാമുറിയിൽ പ്രാർത്ഥനയോടെ ഭഗവാന് മുന്നിലിരുന്നു. ഭഗവാനെ, എൻ്റെ ഏട്ടൻ എന്നെ വളരെ സ്നേഹത്തോടെ ഒരു അനുജത്തി എന്ന് തന്നെയാണ് എന്നെ വിളിക്കുന്നത്. സ്വന്തം അനുജത്തിയായി തന്നെയാണ് ഏട്ടൻ എന്നെ കാണുന്നതും എന്നെ സ്നേഹിക്കുന്നതും. ആ ഏട്ടന് വേണ്ടി ഭഗവാനോട് ഞാൻ ഒന്നും അപേക്ഷിക്കുന്നില്ല. ഇന്നേ വരെ മറ്റൊന്നും ഞാൻ ഭഗവാനോട് ആവശ്യപ്പെട്ടിട്ടുമില്ലല്ലോ. എൻ്റെ ഏട്ടനെ പഴയ സ്ഥിതിയിലേക്കാക്കണം. എൻ്റെ ഭഗവാനിലുള്ള വിശ്വാസം മറ്റുള്ളവർ അവിടുത്തെ ശക്തിയെ ചോദ്യം ചെയ്ത് കേട്ടപ്പോൾ എനിക്ക് സഹിക്കാനായില്ല. അതുകൊണ്ട് തന്നെ ഈ ഭക്തിയുടെ ജീവിതം അവിടുത്തേക്ക് സമർപ്പിച്ചിരിക്കുകയാണ്. പല നൈവേദ്യങ്ങളും ഞാൻ ഭഗവാൻ അർപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതം ഞാൻ ഭഗവാൻ അർപ്പിച്ചിരിക്കുന്നു. എൻ്റെ ഏട്ടനെ പഴയ സ്ഥിതിയിലേക്ക് ആക്കണം. എത്രയും വേഗം ഏട്ടൻ എഴുന്നേറ്റ് നടക്കണം.
അതുമാത്രമാണ് എൻ്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞ് രാധിക പ്രാർത്ഥനയോടെ പൂജാമുറിയിലിരിക്കുമ്പോൾ അവിടേക്ക് വരുൺ എത്തുന്നു. രാധികയെ എന്ന് വിളിച്ചതും വരുണിന്റെ ശബ്ദം കേട്ട് രാധിക പിന്തിരിഞ്ഞു നോക്കി. വരുൺ രാധികയ്ക്കരികിലേക്ക് എത്തിയതും രാധിക ചോദിച്ചു, എന്താ വരുൺ എന്ന് ചോദിച്ചതും വരുൺ പറഞ്ഞു, താനിത് എന്തു ഭാവിച്ചാ? അതെ, ഒരു കാര്യം ഞാൻ പറയാം. താൻ ഇങ്ങനെയുള്ള തീരുമാനമൊന്നും എടുക്കണ്ട. അത് ശരിയാവില്ല. എന്തായാലും തൻ്റെ ഭക്തിയിലും പ്രാർത്ഥനയിലും ഞങ്ങൾക്കാർക്കും വിശ്വാസമില്ലാഞ്ഞിട്ടൊന്നുമല്ല. മറിച്ച് തൻ്റെ പ്രാർത്ഥനയിലും ഭക്തിയിലുമൊക്കെ അടിയുറച്ച വിശ്വാസമുണ്ട് താനും. എന്നാലും ഇങ്ങനെയൊരു തീരുമാനം അത് വേണ്ട. തനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഞങ്ങൾ പിന്നെന്ത് ചെയ്യും? തന്നെ ഇങ്ങനെ പട്ടിണിക്ക് കിടത്താൻ എനിക്കാവില്ല. അതുകൊണ്ട് ഈ നിരാഹാരം ഇരുന്നുള്ള പ്രാർത്ഥനയും വഴിപാടുമൊന്നും വേണ്ട. അങ്ങനെയുള്ള യാതൊരു രീതിയും ശരിയാവില്ല. അതുകൊണ്ട് എന്തായാലും താൻ ഭക്ഷണം കഴിച്ചേ പറ്റൂ എന്ന് പറഞ്ഞതും രാധിക പറഞ്ഞു, വരുൺ, ഞാൻ പ്രാർത്ഥിക്കുന്നത് എൻ്റെ ഭഗവാന്റെ അരികിലാണ്. ഭഗവാന് വേണ്ടി സമർപ്പിച്ചിരിക്കുന്നതാണ് എൻ്റെ ജീവിതം. അതുകൊണ്ട് എൻ്റെ ഏട്ടന് വേണ്ടി ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിൽ വരുണിന് യാതൊരു വിഷമവും വേണ്ട. വരുൺ അതൊന്നും ഓർത്ത് സങ്കടപ്പെടുകയും വേണ്ട. പിന്നെ വരുൺ എൻ്റെ ജീവിതത്തെക്കുറിച്ച് എല്ലാം വരുൺ അറിയാവുന്നതാണല്ലോ. അതുകൊണ്ട് തന്നെ ഏട്ടന് ഒരു നല്ല ജീവിതം ഉണ്ടാകുന്നത് വരുണിന് ഇഷ്ടമല്ലേ? ഏട്ടന് എഴുന്നേറ്റ് നടക്കണമെന്നതും വരുണിന്റെ ആഗ്രഹമല്ലേ എന്ന് ചോദിച്ചതും വരുൺ പറഞ്ഞു, അതെ, അതൊക്കെ എൻ്റെ ആഗ്രഹവും പ്രാർത്ഥനയും ഒക്കെയാണ്. പക്ഷേ അത് ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. ചിട്ടയായ ചികിത്സയിലൂടെയും പ്രാർത്ഥനയിലൂടെയും ഒക്കെ ഏട്ടനെ ആ പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്ന് എനിക്കറിയാം. പക്ഷേ താൻ അതിനിങ്ങനെ നിരാഹാരം കിടക്കേണ്ട ആവശ്യമില്ല. അത് ഏട്ടന് അങ്ങനെ ഒരു ജീവിതമുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഉണ്ടാവും. പക്ഷേ താൻ നിരാഹാരം ഇരുന്ന് ഇങ്ങനെ പട്ടിണി കിടന്നൊന്നും അതിനായിട്ട് പ്രയത്നിക്കേണ്ടതില്ലെന്ന് വരുൺ അറിയിക്കുമ്പോൾ രാധിക പറഞ്ഞു, വരുൺ, എൻ്റെ ജീവിതം ഞാൻ ഭഗവാൻ അർപ്പിച്ചതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. എൻ്റെ കണ്ണൻ എനിക്ക് കാവലായിട്ടുണ്ടാവും. എൻ്റെ കണ്ണൻ എനിക്കൊരാപത്തും വരാതെ നോക്കും. അതിലെനിക്ക് യാതൊരു സംശയവുമില്ല. പിന്നെ വരുൺ വെറുതെ ഇതൊന്നും ഓർത്ത് ആശങ്കപ്പെടേണ്ടതില്ല. വരുൺ തൽക്കാലം പോകൂ. അതാ നല്ലത്. ഞാൻ പറഞ്ഞല്ലോ, ഭഗവാൻ എന്നെ ഒരിക്കലും പരീക്ഷിക്കുകയില്ല. ഇനി അഥവാ എൻ്റെ ജീവിതം അവസാനിക്കാനാണെങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ. ഈ ജീവിതം കൊണ്ട് ആർക്കെങ്കിലും ഒരു നേട്ടം ഉണ്ടാവണ്ടേ? ഈ ജീവിതം കൊണ്ട് ആർക്കെങ്കിലും ഒരു ഉപകാരം ഉണ്ടാകണ്ടേ? അതുമാത്രമാണ് ഞാൻ ചിന്തിച്ചത്. അതുകൊണ്ട് തന്നെ ഇനി എനിക്ക് കൂടുതലൊന്നും പറയാനില്ല വരുൺ. എന്തായാലും വരുൺ എന്നെ മറ്റൊന്നിനും നിർബന്ധിക്കണ്ട. എൻ്റെ ഈ തീരുമാനത്തിൽ നിന്ന് ഞാൻ പിന്മാറില്ല. ഏട്ടന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന ഈ തീരുമാനത്തിൽ നിന്ന് ഞാൻ പിന്നോട്ട് പോവില്ല. അതിൽ വരുൺ എന്നെ നിർബന്ധിക്കണ്ട. വരുൺ എന്നല്ല ഇനി ആരും എന്നെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാനും ശ്രമിക്കണ്ട എന്ന് രാധിക വരുണിനോട് അറിയിച്ചു. വരുൺ അവസാനം നിരാശനായി അവിടെ നിൽക്കുമ്പോൾ രാധിക വീണ്ടും പൂജാമുറിയിൽ പ്രാർത്ഥനയിൽ മുഴുകുന്നു. വരുൺ വിഷമത്തോടെ അവിടെ നിന്ന് മടങ്ങി. അതിനുശേഷം സൂര്യയിലുണ്ടായ മാറ്റം അറിഞ്ഞ് സൂര്യയെ പരിശോധിക്കാനായി അവിടേക്ക് വൈദ്യർ വന്നെത്തി. വൈദ്യരെ കൂട്ടാൻ വരുണും അവിടേക്ക് എത്തി. വൈദ്യര് വേഗം സൂര്യക്കരികിലേക്ക് എത്തിയതും സൂര്യയുടെ കൈക്കുണ്ടായ ആ ഫ്രാക്ചറിനെ കുറിച്ച് അന്വേഷിച്ചു. സൂര്യ പറഞ്ഞു, അത് ചെറിയതായിട്ട് ഒന്ന് കൈക്ക് ഒന്ന് ഇടറി അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞതും വൈദ്യര് പറഞ്ഞു, ഇതൊന്നും സാരിയാക്കേണ്ടതില്ല. എന്തായാലും ഞാൻ നോക്കട്ടെ ഇതിൽ കൂടുതൽ എന്തെങ്കിലും പരുക്കളുണ്ടോ എന്ന്. അല്ല, ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ? ശരിക്കും കഴിഞ്ഞ തവണ കണ്ടപ്പോ കാലിന് വല്ലാത്ത തെറുതെറുപ്പുണ്ടെന്നും രക്തോട്ടം കൂടിയതുപോലെ തോന്നിയെന്നൊക്കെ എന്നോട് പറഞ്ഞല്ലോ. ഇനി അങ്ങനെ തോന്നിയും ഒന്ന് എഴുന്നേക്കാൻ ശ്രമിച്ചതാണോ? സ്വയം ഒന്ന് എഴുന്നേൽക്കാനുള്ള ശ്രമം നടത്തിയതാണോ എന്ന് വരുൺ സൂര്യയോട് വൈദ്യര് ചോദിച്ചു. അപ്പോഴേക്കും ഉടനെ അടുത്ത് നിന്ന പത്മിനി പറഞ്ഞു, അതെ, പുറത്തു പോകണമെന്ന് പറഞ്ഞതുകൊണ്ട് ഒന്ന് പുറത്തു പോയതാണ്. കുട്ടികൾ കൂടെ ഉണ്ടായിരുന്നു. അവര് അല്പനേരം അവരോട് ഞാൻ തനിച്ചിരിക്കട്ടെ എന്ന് പറഞ്ഞ് സൂര്യ അവരെ അരികിൽ നിന്ന് മാറ്റിയതാണ്. അവർ മാറി നിന്ന നേരത്താണ് ഇത് സംഭവിച്ചത്. അത് കേട്ടപ്പോഴേക്കും പത്നി അടുത്ത് നിന്ന കൽപ്പന പറഞ്ഞു, വൈദ്യരെ, ഇനി എന്തായാലും ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും വൈദ്യര് ഇനി പറയണ്ട. കാരണം അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് സൂര്യയുമായി അവർ പുറത്തേക്ക് പോയത്. ഇത് അങ്ങനെ പോയതിന്റെ ഭാഗമായിട്ടാണ് സൂര്യക്ക് ഇങ്ങനെ സംഭവിച്ചത്. വെറുതെ ഇങ്ങനെ ഒരു ജീവൻ വെച്ച് വെറുതെ പരീക്ഷണത്തിന് മുതിരണ്ടല്ലോ വൈദ്യരെ എന്ന് കൽപ്പന അറിയിച്ചു. കൽപ്പനയുടെ ഒരു നെഗറ്റീവ് ചിന്താരീതികൾ അത് വൈദ്യർക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിച്ചു. അപ്പോഴേക്കും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയുള്ള പിന്നെ സൂര്യയുടെ ഈ ചികിത്സാ രീതിയും സൂര്യയ്ക്ക് വേണ്ടി നടത്തുന്ന ചികിത്സാ രീതിയിൽ യാതൊരു വിശ്വാസമില്ലാത്ത രീതിയിലുള്ള കൽപ്പനയുടെ സംസാരം കേട്ടതോടെ വൈദ്യരുടെ മുഖമാകെ വാടുന്നത് കണ്ട് ഉടനെ വരുൺ പറഞ്ഞു, അതെ, പിന്നെ മറ്റൊരു അത്ഭുതം ഉണ്ടായി വൈദ്യരെ. അവിടെ വെച്ച് ഏട്ടന്റെ കാലുകളൊന്ന് ചലിച്ചു, വിരലുകൾ അനങ്ങി എന്ന് പറഞ്ഞതും അത് കേട്ടതോടെ വൈദ്യര് പറഞ്ഞു, അത് കൊള്ളാലോ, അത് നല്ലൊരു ലക്ഷണമാണ്. അല്ല, ഇതെങ്ങനെയാ സംഭവിച്ചത് എന്ന് ചോദിച്ചപ്പോൾ
അത് കേട്ട് കൽപ്പന ആകെ മുഖം ചുളിച്ചു നിന്നു. ഉടനെ വരുൺ പറഞ്ഞു, അത് ആ, ഞാൻ പറയാം വൈദ്യരെ, ഇവിടെ രാധിക എന്നൊരു കുട്ടിയുണ്ട്, ഏട്ടന്റെ കാര്യങ്ങൾ നോക്കുന്ന ആള് എന്ന് പറഞ്ഞതും ഉടനെ വൈദ്യര് പറഞ്ഞു, ആ, എനിക്കത് മനസ്സിലായി. ആ കുട്ടി ഞാനിവിടെ വന്നു എന്നറിഞ്ഞാൽ ആ നിമിഷം എൻ്റെ അരികിലേക്ക് എത്തേണ്ടതാണല്ലോ. ആളിവിടെ സൂര്യയുടെ ചികിത്സയെക്കുറിച്ചും മാറ്റത്തെക്കുറിച്ചും ഒക്കെ അറിയാൻ വളരെ ആകാംക്ഷയോടെ ആള് വരുന്നതാ എന്ന് ചോദിച്ചപ്പോ ഉടനെ വരുൺ പറഞ്ഞു, ആളിവിടെ തന്നെയുണ്ട്, പൂജാമുറിയിലാ, ഏട്ടന് വേണ്ടി ആള് പ്രാർത്ഥനയിലാണ് എന്ന് പറഞ്ഞു. വിളിക്കണോ വൈദ്യരെ എന്ന് ചോദിച്ചിട്ടും, വേണ്ട, ഞാൻ വന്ന് അന്വേഷിച്ചെന്ന് പറഞ്ഞാൽ മതിയെന്ന് ഉടനെ വൈദ്യർ അറിയിച്ചു. അത് ആള് നല്ല അസലായിട്ട് പാടും. അതുകൊണ്ട് ഏട്ടൻ ബീച്ചിൽ ചെന്നപ്പോ പാട്ട് കേൾക്കണമെന്ന് പറഞ്ഞു. രാധിക പാടാനായിട്ട് ഏട്ടൻ ആവശ്യപ്പെട്ടു. അങ്ങനെ അയാൾ പാട്ട് പാടിയപ്പോഴാണ് താളം പിടിക്കുന്നത് പോലെ ഏട്ടന്റെ വിരലുകൾ ചലിച്ചത്. അത് കേട്ടതും ഉടനെ വൈദ്യര് പറഞ്ഞു, ഇത് നല്ല ലക്ഷണമാണ്. എന്തായാലും ഇത് നല്ലൊരു രീതി തന്നെയാണ്. ആ കുട്ടിയുടെ പ്രാർത്ഥനയും ആ സംഗീതവും ഒക്കെ തീർച്ചയായിട്ടും സൂര്യയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും എന്ന് പറഞ്ഞപ്പോ ഇത് കേട്ട കൽപ്പന പറഞ്ഞു, അത് ശരി. അപ്പോ ഇനി ഉടനെ രാധിക പാട്ട് പാടിയാൽ എല്ലാവർക്കും ഇങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാവുമെന്നും എല്ലാവരും രോഗത്തിൽ നിന്ന് ശമനം പ്രാപിച്ച് രക്ഷപ്പെടുമെന്നും ഒക്കെയാണോ ഇനി പറയാൻ പോകുന്നത് എന്ന് ചോദിച്ചപ്പോ ഉടനെ കൽപ്പനയുടെ ഇത്ര സംസാരം കേട്ട് വൈദ്യർ പറഞ്ഞു, അതെ, ഞാനൊരു കാര്യം പറയാം കുട്ടി. എന്താണെങ്കിലും എന്ത് കാര്യം കേട്ടാലും പറഞ്ഞാലും അതെല്ലാം ഒരു നെഗറ്റീവ് രീതിയിൽ യാതൊരു കാര്യവും അതിൻ്റെതായ രീതിയിൽ എടുക്കാതെ, അതിൽ നിന്ന് നല്ല വശം ശ്രദ്ധിക്കാതെ, ദുർമുഖത്തോടെ എല്ലാത്തിനെയും നേരിടുകയും എല്ലാത്തിനോടും അങ്ങനെ പ്രതികരിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നത് ചികിത്സയിലാണെങ്കിൽ പോലും അത് ഭേദമാകാൻ കാലതാമസമെടുക്കും. ഒരു കാര്യം പറഞ്ഞാൽ, ഇങ്ങനെ ഒരു രോഗാവസ്ഥയിൽ കഴിയുന്ന ഒരാളെക്കാൾ ഉപരി വീട്ടിലുള്ളവർക്കും ചുറ്റുപാടുള്ളവർക്കും ഇങ്ങനെ ഒരു ദുർമുഖത്തോടെയുള്ള സംസാരവും പെരുമാറ്റവും മറ്റുള്ളവരുടെ കൂടി മനസ്സിനെ ചിലപ്പോൾ രോഗാവസ്ഥയിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെയുള്ള സംസാരങ്ങളൊക്കെ കഴിവതും ഒഴിവാക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞതും അത് കേട്ട കൽപ്പന ദേഷ്യത്തോടെ അവിടെ നിന്ന് പോകുന്നു. ഉടനെ പത്മിനി പറഞ്ഞു, വൈദ്യരെ, കൽപ്പന എല്ലായ്പ്പോഴും അങ്ങനെയാണ് പെരുമാറുന്നത്, സംസാരിക്കുന്നതും. മറ്റുള്ളവരുടെ മാനസികാവസ്ഥയോ അവരുടെ ചിന്തകളോ ഒന്നും ഒരിക്കലും കൽപ്പനയെ ബാധിക്കാറില്ല എന്ന് പറഞ്ഞപ്പോ ഇത് കേട്ടതും വൈദ്യര് പറഞ്ഞു, അതോർത്ത് വിഷമിക്കണ്ട. ഞാൻ പല വീടുകളിലും ഇതുപോലെ ചികിത്സയ്ക്കായി പോകുന്നതാണല്ലോ. പല ആളുകളെയും, ഇത്തരത്തിലുള്ള ആളുകളെയും ഓരോ വീടുകളിലും ഞാൻ കാണുന്നതാണ്. അതുകൊണ്ട് അതോർത്ത് ടെൻഷൻ ആവേണ്ടതില്ല. പിന്നെ സൂര്യയോട് പറയാനുള്ളത്, ഇപ്പോ ഇങ്ങനെ ഒരു മാറ്റമുണ്ടായി എന്ന് പറഞ്ഞത് കേട്ടപ്പോ എനിക്ക് ഒരു കാര്യം ഉറപ്പായി. ഇത്തരം മാറ്റങ്ങൾ അത് ഒരു പോസിറ്റീവ് സൈൻ തന്നെയാണ്. എന്തായാലും ഈ ഒരു അവസ്ഥയിൽ നിന്ന് ഉടനെ വേഗം എഴുന്നേറ്റ് നിൽക്കും എന്ന അവസ്ഥയിലേക്ക് എത്താൻ ഇനി അധിക കാലതാമസം ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് പഴയതുപോലെ കാലിലേക്ക് രക്തോട്ടം കൂടുതൽ ഉണ്ടാവുന്നു എന്ന് തോന്നുന്ന സമയത്തൊക്കെ സ്വയം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാനുള്ള ശ്രമം കൂടി നടത്തണമെന്ന് സൂര്യയോട് അറിയിച്ചു. അങ്ങനെ ചെയ്യാമെന്ന് സന്തോഷത്തോടെ സൂര്യ പറയുകയും പത്മിനിയും വരുണും വൈദ്യരുടെ വാക്കുകൾ കേട്ട് സന്തോഷിക്കുന്നു. പിന്നീട് കാണുന്നത് ചന്ദ്രശേഖർ താൻ ഗൾഫിൽ പോയിട്ട് മടങ്ങിയെത്തിയതിനു ശേഷം താൻ കൊണ്ടുവന്ന ഗിഫ്റ്റുകളൊക്കെ തന്റെ ഭാര്യയ്ക്കും മകനുമായിട്ടുള്ളതൊക്കെ പെട്ടി തുറന്ന് കൊടുക്കാൻ തയ്യാറായി. അപ്പോഴേക്കും അവിടേക്ക് എത്തിയ ഉർവശി കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. എന്തായി മീറ്റിങ്ങിന് പോയിട്ട് എന്ന് ചോദിച്ചതും മീറ്റിംഗ് ഒക്കെ നന്നായിരുന്നു. എല്ലാവർക്കും കണിമംഗലം ഗ്രൂപ്പുമായിട്ട് ബിസിനസ് നടത്തുന്നതിൽ 100 മനസ്സാണ്. പക്ഷേ കണിമംഗലം പരമേശ്വരനെ മാറ്റി കണിമംഗലം ചന്ദ്രശേഖറുമായിട്ട് ബിസിനസ് നടത്തുന്നതിൽ എല്ലാവർക്കും വളരെ വൈമുഖ്യമാണ്. അതുമാത്രമല്ല, അവർ പറയുന്നത് കണിമംഗലം പരമേശ്വരനേക്കാൾ ഒരു പടി മുന്നിലേക്ക് പോവുകയാണല്ലോ കണിമംഗലം പരമേശ്വരന്റെ മകൻ വരുണെന്നാണ്. ആ വാക്കുകൾ കേട്ടപ്പോ അതെനിക്കങ്ങ് സഹിച്ചില്ല. അത് കേട്ടതും ഉടനെ ഉർവശി പറഞ്ഞു, അത് തൽക്കാലം നമ്മുടെ വിധിയാണല്ലോ, അതിനെ മാറ്റിമറിക്കാൻ തൽക്കാലം നമുക്കാവില്ലല്ലോ. മറ്റൊരു കാര്യം പറഞ്ഞത് എന്തായി എന്ന് ചോദിച്ചപ്പോ അതാ ഞാൻ പറഞ്ഞു വന്നത് എന്ന് പറഞ്ഞതും ഉർവശിക്കുള്ള ഗിഫ്റ്റ് ഉടനെ ആ ഗോൾഡൻ ഐറ്റംസ് താൻ വാങ്ങിച്ച ആ ഓർണമെന്റ്സ് ഒക്കെ ഉർവശിക്ക് നൽകി. ഉർവശി അത് തുറന്നു നോക്കിയിട്ട് പറഞ്ഞു, കൊള്ളാമല്ലോ. അപ്പോ ഇതിനിടയിൽ എന്റെ കാര്യം മറന്നില്ല അല്ലേ എന്ന് ചോദിച്ച് അത് നൽകി. അതിനുശേഷം ഗൗതമിന് വേണ്ടി വാങ്ങിച്ചുകൊണ്ട് വന്ന സാധനങ്ങൾ ഇരിക്കുമ്പോൾ ഗൗതം അവിടേക്ക് എത്തി. കൊള്ളാലോ, അച്ഛന്റെ ട്രിപ്പൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു. എല്ലാം നന്നായിരുന്നു എന്ന് പറഞ്ഞ് ഉടൻ തന്നെ ഗൗതമിന് കൊണ്ടുവന്ന സമ്മാനങ്ങളും ഗൗതമിന് സമ്മാനിച്ചു. അത് വാങ്ങിച്ചിട്ട് എല്ലാം വളരെ ഗംഭീരമായി എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഗൗതം ചോദിച്ചത്, അല്ലച്ചാ, പുതിയ ബിസിനസ് തുടങ്ങുന്നതിനെ, പാരലായിട്ടൊരു ബിസിനസ് തുടങ്ങുന്നതിനെ കുറിച്ച് അച്ഛൻ പറഞ്ഞിരുന്നല്ലോ, എന്തായി അതിന്റെ കാര്യം എന്ന് ചോദിച്ചപ്പോ ഗൗതമിനോട് പരമേശ്വരൻ
ചന്ദ്രശേഖർ പറഞ്ഞു. അക്കാര്യം ഞാനിപ്പോൾ അമ്മയോട് പറഞ്ഞതേ ഉള്ളൂ. നമ്മളുമായി ബിസിനസ് നടത്താനായിട്ട് അവർക്കാർക്കും ഇപ്പോൾ താല്പര്യമില്ല. കാരണം നമ്മൾ പുതിയതായിട്ട് ഫീൽഡിലേക്ക് വരികയാണല്ലോ. അതുകൊണ്ട് കണിമംഗലം പരമേശ്വരനെ മറന്ന് മറ്റൊന്ന് സ്വീകരിക്കാൻ അവർ താല്പര്യപ്പെടുന്നില്ല. അപ്പോഴേക്കും ഗൗതം അവിടെ പരമേശ്വരൻ മറ്റൊരു ബോക്സ് കയ്യിലേക്കെടുത്ത് അതിലിരുന്ന ഒരു ചെയിൻ കയ്യിലെടുത്ത് നോക്കുന്നത് കണ്ടു. ആ ചെയിൻ കണ്ടതോടെ വലിയ സന്തോഷത്തോടെ ഗൗതം പറഞ്ഞു, "ആഹാ, കൊള്ളാലോ അച്ഛാ, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു" എന്ന് പറഞ്ഞതും ഉടനെ ഗൗതം പറഞ്ഞു, "ഏയ്, ഇത് നിനക്കുള്ളതല്ല." അത് കേട്ടതും ഗൗതമനാകെ ദേഷ്യായി. "അത് ശരി, എനിക്കുള്ളതല്ലേ? അച്ഛന് ഞാനിത് കൊണ്ടോയി കളയുമെന്നുള്ള പേടിയായിരിക്കും അല്ലേ?" എന്ന് ചോദിച്ചപ്പോ ഗൗതമനോട് പര വീണ്ടും ചന്ദ്രശേഖർ പറഞ്ഞു, "നീ കൊണ്ടോയി കളയുമെന്ന് പേടിച്ചിട്ടല്ല. നീ ഇതുവരെ കൊണ്ടോയി കളഞ്ഞതിനൊന്നും ഞാൻ കണക്ക് പറഞ്ഞിട്ടുമില്ലല്ലോ. എന്തായാലും ഇത് തൽക്കാലം അതിനുള്ളതല്ല. ഈ കുടുംബത്ത് ഇന്ന് മറ്റൊരു അത്യാഹിതം സംഭവിക്കും. ഇപ്പോ നമ്മുടെ ബിസിനസ്സിനെതിരായിട്ട് നിൽക്കുന്ന പരമേശ്വരന്റെ മകൻ വരുണാണ്. ആ വരുൺ ഇല്ലാതാവണം. ആ പേരില്ലാതായി കഴിയുമ്പോൾ കണിമംഗലം ചന്ദ്രശേഖർ എന്നുള്ള പേര് പിന്നീട് ഗൾഫ് കൺട്രീസിൽ മുഴങ്ങിക്കേൾക്കും. ബിസിനസ്സുകാർക്കിടയിൽ ആ പേര് മാറ്റൊലി കൊള്ളും. അതാണ് എൻ്റെ ലക്ഷ്യം. അതിനുവേണ്ടി ഞാൻ ആളുകളെ ഏർപ്പാടാക്കിയിട്ടാണ് ഇന്നിവിടേക്ക് വന്നിരിക്കുന്നത്. അതിനുള്ളതാണ് ഈ ചെയിൻ" എന്ന് പറഞ്ഞ് തൻ്റെ കയ്യിലിരുന്ന ആ സ്വർണ്ണ ചെയിൻ കാണിച്ചുകൊണ്ട് ചന്ദ്രശേഖർ തൻ്റെ പുതിയ നീക്കത്തെക്കുറിച്ച് പറഞ്ഞു. ഉടനെ ഗൗതം ചോദിച്ചു, "അച്ഛാ, അച്ഛനെന്താ ഈ പറഞ്ഞു വരുന്നത്?" "അതുതന്നെയാണ്. നാളെ ഈ വീട്ടിൽ ഒരു മരണവാർത്ത എല്ലാവരും കേൾക്കും. അതിനുവേണ്ടിയുള്ള സമ്മാനമാണ് ദാ ഇത്" എന്ന് പറഞ്ഞതും ഗൗതം അതെല്ലാം കേട്ട് പുഞ്ചിരിയോടെ അങ്ങനെ നോക്കിയിരുന്നു. അതിനുശേഷം കാണുന്നത് സൂര്യ രാധികയെ വിളിച്ചുവെന്നറിഞ്ഞ് സൂര്യയുടെ അരികിലേക്ക് രാധിക എത്തി. "എന്താ ഏട്ടാ, ഏട്ടൻ എന്നെ വിളിച്ചുവെന്ന് മുത്തശ്ശി പറഞ്ഞല്ലോ" എന്ന് ചോദിച്ചതും സൂര്യ പറഞ്ഞു, അതെ, ഞാൻ വിളിച്ചു. ശരി തന്നെയാണ്. മോളെ, എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. എല്ലാവരുടെയും മുന്നിൽ കൽപ്പന പറഞ്ഞതിനൊക്കെ വെല്ലുവിളിയായിട്ടും കൽപ്പന പറഞ്ഞതെല്ലാം കാര്യമായിട്ടെടുത്ത് മോളെടുത്തിരിക്കുന്ന ഈ തീരുമാനമുണ്ടല്ലോ, അത് വേണ്ട. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഈ ഞാനെന്ന് പറയുന്നത് വെറും ഒരു ജീവശവമാണ്. എത്ര നാളായി ഞാൻ ഈ ഇരിപ്പിങ്ങനെ ഇരിക്കുന്നു. ഒരിക്കൽ ഇതിലെ ശ്വാസം അങ്ങ് നിലച്ചു കഴിയുമ്പോൾ എല്ലാവരും കൂടി അതങ്ങ് ദഹിപ്പിച്ച് കളയും. അത്ര മാത്രമേ ഉള്ളൂ. പക്ഷേ നിന്റെ കാര്യം അങ്ങനെയല്ല. നിനക്ക് നല്ലൊരു ജീവിതമുണ്ട് മോളെ. അതുകൊണ്ട് തന്നെ എനിക്ക് വേണ്ടി നീ ഈ നടത്തുന്ന ഈ ത്യാഗവും ഈ വ്രതവുമൊന്നും അത് ശരിയാവില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മോള് ഇങ്ങനെ ഒരു കടുത്ത തീരുമാനമായിട്ട് മുന്നോട്ട് പോകല്ലേ. ഇത് മാറ്റണം. ഇതാണ് എൻ്റെ ആവശ്യം" എന്ന് രാധികയോട് ആവശ്യപ്പെടുന്നത് കേട്ട് രാധിക വളരെ വിഷമത്തോടെ സൂര്യയെ നോക്കി. "മോളെ, ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലാവുന്നില്ലേ" എന്ന് ചോദിച്ചതും സൂര്യയോട് രാധിക പറഞ്ഞു, ശരി ഏട്ടാ, അങ്ങനെ തന്നെ ഞാൻ ചെയ്യാം. പക്ഷേ ഏട്ടനോട് എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്. എനിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഏട്ടൻ എന്നെ വിളിക്കുന്നത് അനുജത്തി എന്നല്ലേ? അതുകൊണ്ട് തന്നെ നാളെ എനിക്കെന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഏട്ടൻ അതിന് മുൻപന്തിയിൽ ഉണ്ടാവില്ലേ, അതിനെ തരണം ചെയ്യാനായിട്ട് എന്ന് ചോദിച്ചതും സൂര്യ പറഞ്ഞു, "പിന്നല്ലാതെ, നീ എൻ്റെ അനുജത്തിയല്ലേ. നിനക്കെന്തെങ്കിലും കുഴപ്പമുണ്ടായെന്ന് വന്നാൽ അപ്പോൾ അത് പരിഹരിക്കാനും അതിനെക്കുറിച്ച് അറിയാനും അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാനും ഞാൻ പിന്നെ മുന്നിൽ തന്നെ ഉണ്ടാവേണ്ടേ മോളെ" എന്ന് സൂര്യ ചോദിച്ചപ്പോൾ രാധിക പറഞ്ഞു, "എന്നാൽ അതേ സ്നേഹവും അതേ ആഗ്രഹവും തന്നെയാണ് ഏട്ടാ എൻ്റെ മനസ്സിലും. അതുകൊണ്ട് തന്നെ എൻ്റെ ഏട്ടനൊരു പ്രശ്നം വന്നപ്പോൾ ആ പ്രശ്നത്തെ തരണം ചെയ്യാനും ഏട്ടൻ്റെ ആ പ്രശ്നത്തെ ഏത് രീതിയിലും ഇല്ലാതാക്കാനും അതിന് എന്നാലാവുന്ന കാര്യം ഞാൻ ചെയ്യുന്നു. അത്ര മാത്രമേ ഉള്ളൂ. ഏട്ടൻ അത് ഓർത്ത് വിഷമിക്കേണ്ടതില്ല. ഏട്ടൻ അതോർത്ത് സങ്കടപ്പെടുകയും വേണ്ട. ഒരു പ്രശ്നവും വരാതെ ഞാൻ ഇതെല്ലാം മാറ്റിക്കോളാം. എന്നെ ഓർത്ത് ഏട്ടൻ ഭയപ്പെടണ്ട. എൻ്റെ ഭഗവാനിലുള്ള എൻ്റെ വിശ്വാസം അത് അടിയുറച്ചതാണ്. ആ വിശ്വാസത്തെ എന്നെ സംരക്ഷിക്കേണ്ടതും എൻ്റെ ഭഗവാന്റെ ചുമതലയാണ്. ഭഗവാൻ അത് എന്താണ് തീരുമാനിക്കുന്നതെന്നാൽ അത് നടപ്പിലായിക്കോട്ടെ. എൻ്റെ ജീവിതം കൊണ്ട് ആർക്കും ഒരു പ്രയോജനവുമില്ല എന്നാണ് എല്ലാവരും പറയുന്നത്. അതുകൊണ്ട് എൻ്റെ ജീവിതത്തെക്കുറിച്ചും ഏട്ടനറിയാവുന്നതാണല്ലോ. അതുകൊണ്ട് ആർക്കെങ്കിലും ഒരാൾക്ക് എൻ്റെ ജീവിതം കൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനമുണ്ടായാൽ അത് എന്നെ സംബന്ധിച്ച് സന്തോഷമുള്ള കാര്യമാണ് ഏട്ടാ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനൊരു തീരുമാനമെടുത്തതും. അതോർത്ത് ഏട്ടൻ ഇനി ദുഃഖിക്കുകയോ വേദനിക്കുകയോ ചെയ്യേണ്ടതില്ല. ഇവിടെ ആരും അതോർത്ത് സങ്കടപ്പെടുകയും വേണ്ട. എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഏട്ടനെ ഈ അവസ്ഥയിൽ നിന്ന് ഏട്ടനെ ആ പഴയ സ്ഥിതിയിലേക്ക് കൊണ്ടുവരും ഞാൻ. അതിനുള്ള പ്രാർത്ഥന മാത്രമാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. എൻ്റെ ഭഗവാൻ എനിക്ക് അത് കാട്ടി തന്നിരിക്കും. ഏട്ടനിലുള്ള എൻ്റെ ഭഗവാന്റെ കാരുണ്യം
എൻ്റെ ഭഗവാനിലുള്ള എൻ്റെ ഭക്തിയും വിശ്വാസവും എൻ്റെ ആത്മസമർപ്പണവും അത് ഭഗവാൻ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഏട്ടനെ പഴയ അവസ്ഥയിലാക്കും. അതിലെനിക്ക് യാതൊരു സംശയവുമില്ല എന്ന് പറഞ്ഞ് രാധിക വേഗം അവിടെ നിന്ന് എഴുന്നേറ്റു. ഈ കാഴ്ച രാധികയുടെ സംസാരം കേട്ട് ആകെ വേദനയോടെ നോക്കി നിൽക്കുകയാണ് സൂര്യ. പിന്നീട് കാണുന്നത് ചന്ദ്രശേഖർ പുറത്തു വെച്ച് താൻ കൊട്ടേഷൻ നൽകിയ ആളുകളെ കാണുന്നു. കൊട്ടേഷൻ നൽകിയ നരേന്ദ്രൻ എന്ന് പറയുന്ന ആ വാടക കൊലയാളിയുടെ തലവൻ അവിടേക്ക് എത്തി. എന്തായി നരേന്ദ്ര, കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ എന്ന് ചോദിച്ചതും അയാൾ അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു, സാർ ഒരു കാര്യം പറഞ്ഞാൽ അതിൽ എന്തെങ്കിലും വീഴ്ച വരുത്തുമെന്ന് സാറിന് തോന്നുന്നുണ്ടോ? ദാ ഇവരാണ് നമ്മുടെ ടീം എന്ന് പറഞ്ഞ് വീട്ടിൽ കയറിയ ഇന്നേ വരെ ഒരാൾക്കും ഒരു പോലീസിനും പിടികൂടാൻ കഴിയാത്ത സംഘം, കുറുവാ സംഘം, അവരാണിവർ. വീട്ടിൽ കടന്നു കയറി സ്വർണ്ണാഭരണങ്ങൾ കൈക്കലാക്കുക, പണം അതും കൈക്കലാക്കുക. എന്നാൽ അതിനോട് എതിർക്കാൻ വന്ന ആ വീട്ടിലുള്ളവരെ ആരാണെങ്കിലും ശരി, അവരെ കുത്തി മലർത്തിയിടുക, അതാണ് ഇവരുടെ ലക്ഷ്യം. അങ്ങനെയുള്ളവരാണ് ഇവർ. ഇവരെ അത്തരത്തിലൊരു സാഹചര്യത്തിലാണ് ഞാൻ കണ്ടെത്തിയത്. അവർക്ക് ഞാൻ ചെറിയൊരു സഹായം ചെയ്തു കൊടുത്തു. ഈ നാട്ടിൽ നല്ല ആസ്തിയുള്ള വീടുകളും ആസ്തിയുള്ള നിലവറകളും ഞാൻ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. അതോടൊപ്പം തന്നെ ഇവരെ ആ വീട്ടിലേക്ക് കയറാനായിട്ട് ഞാൻ സഹായിക്കുന്നു. അത്രമാത്രം. ഇവർ ചെയ്യുന്ന ജോലിയിൽ ഒരു പങ്ക് എനിക്കും നൽകുന്നു. ഇത് ചെറിയൊരു ബിസിനസ്. അത് കേട്ടതും ഉടനെ തന്നെ ചന്ദ്രശേഖർ പറഞ്ഞു, അതെന്തായാലും കൊള്ളാം. എന്തായാലും ഇത് നല്ല ബിസിനസ് തന്നെയാണ്. എന്തും നല്ല ബിസിനസ് മൈൻഡോട് കൂടി നോക്കുന്നവരെ എനിക്കിഷ്ടമാണ്. എന്തായാലും ഇപ്പോ ഈ ചെയ്യാൻ പോകുന്നതിൻ്റെ ഈ ചെയ്യുന്ന ഈ പ്രവൃത്തിക്ക്, ഈ കൊട്ടേഷന് ഞാൻ നൽകുന്ന സമ്മാനം ദാ ഇതാണ് എന്ന് പറഞ്ഞ് തൻ്റെ കയ്യിലിരിക്കുന്ന ആ സ്വർണ്ണ ചെയിൻ ആ നരേന്ദ്രന് മുന്നിൽ എടുത്തു കാട്ടി. അത് കണ്ടത് നരേന്ദ്രൻ അതിശയപ്പെട്ട് നിൽക്കുമ്പോൾ ചന്ദ്രശേഖർ പറഞ്ഞു, ദാ ഈ ചെയിൻ ധരിച്ചിരിക്കുന്ന ആളാണ് ഇന്ന് കൊല്ലപ്പെടേണ്ടത്. അതാണ് അടയാളം. ഈ ചെയിൻ ധരിച്ചിട്ടുള്ളയാളെയാണ് ഇല്ലാതാക്കേണ്ടത്. അവന്റെ ജീവൻ എടുത്തതിന് ശേഷം നിങ്ങൾ ചെയ്ത ജോലിക്കുള്ള കൂലിയായി നിങ്ങൾക്ക് ബോണസായി ഇത് സ്വന്തമാക്കുകയും ചെയ്യാം. പിന്നെ നരേന്ദ്രന് തരാമെന്ന് പറഞ്ഞ പണം അത് ഞാൻ തരികയും ചെയ്യും എന്ന് അറിയിച്ചു. തൽക്കാലം കണിമംഗലത്തെ നിലവറയിലേക്ക് നിങ്ങൾ കടക്കേണ്ടതില്ല. പിന്നെ കുറുവാ സംഘമായതുകൊണ്ട് ഈ നടക്കാൻ പോകുന്ന കൊലപാതകത്തിന്റെ എല്ലാ ക്രെഡിറ്റും അവരുടെ തലയിൽ തന്നെ ചെന്ന് ചേരുകയും ചെയ്യും. പിന്നെ നമുക്ക് അതിനെക്കുറിച്ച് ആശങ്കപ്പെടേണ്ടതുമില്ലല്ലോ എന്ന് പറഞ്ഞു. ഇതെല്ലാം കേട്ടതോടെ സന്തോഷത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് നരേന്ദ്രൻ. നാളെ തന്നെ ഇതിനുള്ള എല്ലാ നീക്കങ്ങളും ഇന്ന് വൈകിട്ട് തന്നെ നടപ്പിലാക്കുമെന്ന് നരേന്ദ്രൻ അറിയിച്ചു. അതിനുശേഷം പൂജാമുറിയിൽ പ്രാർത്ഥനയോടെ ഇരിക്കുന്ന രാധികക്കരികിലേക്ക് വരുണും മുത്തശ്ശിയും പത്മാവതിയും കൂടി എത്തുന്നു. മുത്തശ്ശിയും പത്മാവതിയും ഏത് വിധേനയും രാധികയുടെ ഈ വ്രതം അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ രണ്ടുപേരും കയ്യിൽ ഇളനീരുമായിട്ട് എത്തി. അരികിലേക്ക് എത്തിയ ഉടനെ വരുൺ രാധികയെ വിളിച്ചു. രാധിക ധ്യാനത്തിൽ മുഴുകിയതുകൊണ്ട് അല്പനേരം വരുൺ വിളിക്കുന്നതിന്റെ ശബ്ദം ഉറച്ചതായപ്പോഴാണ് കണ്ണു തുറന്നത്. പിന്തിരിഞ്ഞു നോക്കിയതും മുത്തശ്ശിയെയും അമ്മയും കണ്ടതോടെ വരുൺ വിളിച്ചത് കേട്ട് രാധിക ചാടി എഴുന്നേറ്റ് ചോദിച്ചു, എന്താ മുത്തശ്ശി, എന്താ വിളിച്ചത് എന്ന് അന്വേഷിച്ചു. മുത്തശ്ശി പുഞ്ചിരിയുടെ അരികിലേക്ക് എന്നിട്ട് പറഞ്ഞു, മോളെ, മോളിവിടെ വ്രതത്തിലിരിക്കുന്ന കാര്യമൊക്കെ ഞങ്ങൾക്കറിയാം. പക്ഷേ ഒരു കാര്യം പറയാം, മോളിങ്ങനെ നിരാഹാരമൊക്കെ ഇരിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ച് വളരെ വേദന നിറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് മോള് ദാ ഈ ഇളനീര് കുടിക്ക്. പണ്ടത്തെ കാലത്ത് പഴമക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള വ്രതങ്ങളൊക്കെ എടുത്ത് പല കാര്യങ്ങളും നേടിയെടുത്തിട്ടുള്ള വിവരം. എന്നാൽ ഇപ്പോ മോൾ ഇങ്ങനെയൊന്നും ചെയ്യുന്നത് ശരിയാവില്ല. അതുകൊണ്ട് മോള് ഇത് കുടിക്ക് എന്ന് പറഞ്ഞ് രാധികയോട് ഇളനീര് കുടിക്കാൻ നിർബന്ധിച്ചു. ഉടനെ വരുൺ പറഞ്ഞു, എടോ താൻ പറയുന്നത് കേൾക്ക്, മുത്തശ്ശി പറഞ്ഞത് കേട്ടില്ലേ, വേഗം അത് വാങ്ങിച്ച് കുടിക്കടോ എന്ന് പറഞ്ഞപ്പോൾ രാധിക പറഞ്ഞു, മുത്തശ്ശിയും വരുണും അമ്മയും ഒക്കെ എന്നോട് കാണിക്കുന്ന സ്നേഹം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങളുടെയൊക്കെ മനസ്സിലുള്ള കരുതലും എനിക്കറിയാം. പക്ഷേ അതുപോലെ തന്നെയാണ് ഞാൻ എൻ്റെ ഏട്ടന് വേണ്ടി ഭഗവാനോട് പറഞ്ഞ കാര്യവും. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഏട്ടൻ എന്നെ വിളിക്കുന്നത് അനുജത്തി എന്നാണ്. ആ ഒരു സ്നേഹം തന്നെയാണ് ഞാൻ എൻ്റെ ഏട്ടനോട് കാട്ടുന്നതും. അതുകൊണ്ട് തന്നെ എൻ്റെ ഏട്ടന് വേണ്ടി ഭഗവാനോട് ഞാൻ പറഞ്ഞ കാര്യമാണ്. അതിൽ ഞാൻ ഒരിക്കലും വീഴ്ച വരുത്തില്ല. എൻ്റെ ഈശ്വരനിലുള്ള എൻ്റെ വിശ്വാസം അത് അടിയുറച്ചത് തന്നെയാണ്. ഒരിക്കലും ഈശ്വരൻ എന്നെ കൈവിടില്ലെന്നും എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് ദേവി ഇത് എന്നെ ഇതിൽ നിന്ന് പിന്തിരിയാൻ നിങ്ങൾ ആരും നിർബന്ധിക്കരുത്.
ഞാൻ ഭക്ഷണം കഴിക്കാത്തതിന്റെ പേരിൽ ആരും ഇതിനെ ചൊല്ലി വേദനിക്കുകയോ സങ്കടപ്പെടുകയോ ചെയ്യരുത് എന്ന് രാധിക പറഞ്ഞു. അപ്പോഴേക്കും പത്മിനി പറഞ്ഞു, മോളെ ഇതാ ഇത് പാലാ, ഇതെങ്കിലും മോള് കുറച്ച് കുടിക്കുകയും. എത്ര വലിയ കഠിനമായിട്ടുള്ള വ്രതം എടുക്കുന്നവരും അവരുടെ ആരോഗ്യം നിലനിർത്താനായിട്ട് പലപ്പോഴും ഇളനീരോ ഇതുപോലെയുള്ള പാലോ അങ്ങനെ എന്തെങ്കിലും കുടിക്കാറുണ്ടല്ലോ. മോള് ഇതെങ്കിലും കഴിക്കേ എന്ന് പറഞ്ഞപ്പോൾ രാധിക പറഞ്ഞു, അമ്മേ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എടുത്തിരിക്കുന്ന ഈ ഒരു തീരുമാനം അതിനെ പിന്തിരിപ്പിക്കാൻ ആരും ശ്രമിക്കരുത്. എനിക്ക് ഒന്നും സംഭവിക്കില്ല, എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഈശ്വരൻ എൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്നും എനിക്ക് ഉറപ്പുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഉടനെ വരുൺ പറഞ്ഞു, എടോ തന്നെ പല പഴഞ്ചൻ കഥകളൊക്കെ അല്ലെങ്കിൽ പൂർവികർ പറഞ്ഞു കേട്ടിട്ടുള്ള പഴയ കഥകളൊക്കെ കേട്ട് താൻ അതിൽ അടിയുറച്ച് വിശ്വസിച്ചിരിക്കുകയാണെന്നറിയാം. പണ്ട് കാലത്ത് അങ്ങനെയുള്ള പല കാര്യങ്ങളും നടന്നിട്ടുണ്ടാവാം. പക്ഷേ ഇന്ന് ഇവിടെ ഇങ്ങനെ ഭക്ഷണം കഴിക്കാതെ താൻ ഇരിക്കുന്നതിനോട് ഞങ്ങൾക്ക് ആർക്കും യോജിപ്പില്ല. അതുകൊണ്ട് താൻ ഭക്ഷണം കഴിച്ചേ പറ്റൂ. താൻ ഭക്ഷണം കഴിക്കാതിരുന്നാൽ തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ എന്ന് ചോദിച്ചപ്പോൾ പിന്നെ അത് ഞങ്ങൾക്കാർക്കും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല എന്ന് വരുൺ അറിയിച്ചു. അതുകൊണ്ട് താൻ ഇത് കഴിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് വരുൺ വാശി പിടിക്കുമ്പോൾ അവിടേക്ക് ഇത് കേട്ടുകൊണ്ട് പ്രിയങ്ക എത്തുന്നു. വരുൺ വരുൺ എന്താ ചേച്ചിയെ ഭക്ഷണം കഴിപ്പിച്ച് തീരുമെന്ന് ഇത്ര നിർബന്ധം? നിങ്ങൾ കണിമംഗലത്തുള്ളവരെല്ലാവരും ചേച്ചിയുടെ പിന്നാലെ നടന്ന് കാല് പിടിക്കുന്നത് പോലെ ഭക്ഷണം കഴിക്കുമെന്ന് പറഞ്ഞ് നിങ്ങളെല്ലാവരും കേണപേക്ഷിക്കുന്നു. എന്നാൽ അതൊന്നും ചേച്ചി കേട്ടില്ല എന്ന് നടിച്ചുകൊണ്ട് എല്ലാവരെയും പറ്റിച്ച് ചേച്ചി വീണ്ടും വലിയ ഭക്തയാണെന്ന് എല്ലാവരെയും തെറ്റിദ്ധരിപ്പിക്കാനും എല്ലാവരുടെയും മുന്നിൽ താൻ വലിയ ആളാണെന്ന് എല്ലാവരെയും കാണിക്കാനുമായിട്ട് വീണ്ടും ചേച്ചി ഈ വാശിയുമായി തുടർന്നു പോകുന്നു. എന്തായാലും നിങ്ങളാരും പറഞ്ഞാൽ ചേച്ചി കേൾക്കില്ലെന്ന് മനസ്സിലായില്ലേ? പിന്നെ എന്തിനാ വീണ്ടും വീണ്ടും ചേച്ചിയുടെ പിന്നാലെ നടന്ന് ഇങ്ങനെ കാല് പിടിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ വരുൺ പറഞ്ഞു, നിർത്തുന്നുണ്ടോ പ്രിയങ്ക? പ്രിയങ്കയ്ക്ക് ഞങ്ങൾ പറയുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് തനിക്ക് തൻ്റെ ചേച്ചി ഇങ്ങനെ ഒരു വ്രതം എടുക്കുന്നത് കൊണ്ട് അങ്ങനെ ഭക്ഷണം കഴിക്കാതിരിക്കുന്നതിലും തനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. സത്യത്തിൽ താനല്ലേ ചേച്ചിയെ ഈ ഒരു അവസ്ഥയിൽ നിന്ന് പിന്തിരിപ്പിച്ച് ചേച്ചിയെ ഭക്ഷണം കഴിക്കാനായി പ്രേരിപ്പിക്കേണ്ടത്. എന്നിട്ടും താൻ മറ്റുള്ളവർ കാണിക്കുന്നതിന്റെ 4 അംശം പോലും ചേച്ചിയോട് സ്നേഹം കാട്ടുന്നില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഇത് കേട്ട ഉടനെ തന്നെ വരുണിനോട് പ്രിയങ്ക പറഞ്ഞു, ഞാൻ സ്നേഹം കാട്ടുന്നില്ലെങ്കിലും ഇവിടെയുള്ളവരെല്ലാവരും അത്രത്തോളം സ്നേഹം കാണിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഉടനെ പ്രിയങ്കയുടെ സംസാരം കേട്ട് മുത്തശ്ശി പറഞ്ഞു, അതെ, ഇനി നിങ്ങൾ തമ്മിൽ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ട. ഒരു കാര്യം ഞാൻ പറയാം. രാധികയുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. തൽക്കാലം പ്രിയങ്ക പോകാൻ നോക്കുക എന്ന് മുത്തശ്ശി അറിയിച്ചു. ഉടനെ വരുണിനെയും രാധികയെയും നോക്കിയിട്ട് പ്രിയങ്ക പറഞ്ഞു, എനിക്കറിയാം, അല്ലെങ്കിലും ഇവരുടെ ഉദ്ദേശവും അത് തന്നെ ആയിരുന്നുവെന്ന്. എല്ലാവരെയും കൊണ്ട് ഇങ്ങനെ പറയിപ്പിച്ച് കണിമംഗലത്തുള്ള എല്ലാവരെയും തന്റെ കാല് പിടിപ്പിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു ആനന്ദം ഉണ്ടല്ലോ, അത് ഇവർ ആസ്വദിക്കുകയാണ് എന്ന് പറഞ്ഞ് പ്രിയങ്ക രാധികയെ കുറ്റപ്പെടുത്തി അവിടെ നിന്ന് പോയി. ഇതെല്ലാം കേട്ടതിന് ശേഷം മുത്തശ്ശി രാധികയോട് പറഞ്ഞു, മോളെ പ്രിയങ്ക പറഞ്ഞൊന്നും മോള് കാര്യമാക്കണ്ട എന്ന് പറഞ്ഞപ്പോൾ ഉടനെ രാധിക പറഞ്ഞു, ഏ അതൊന്നും സാരമില്ല മുത്തശ്ശി, എനിക്ക് പ്രിയങ്കേനെ അറിയാവല്ലോ എന്ന് പറഞ്ഞു. അത് ഞാൻ കാര്യമാക്കുന്നുമില്ല എന്നറിയിച്ചപ്പോൾ വരുൺ പറഞ്ഞു, എടോ താൻ വ്രതം നിർത്താനൊന്നും ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ ഈ വെള്ളമെങ്കിലും താൻ കുടിച്ചു തീരൂ. ഈ ഇളനീരെങ്കിലും വാങ്ങിച്ച് കുടിക്കേ, അമ്മയും മുത്തശ്ശിയും കൊണ്ടുവന്നതല്ലേ എന്ന് പറഞ്ഞതും രാധിക പറഞ്ഞു, വരുൺ നിങ്ങളെല്ലാവരും ഏട്ടന് വേഗം തന്നെ സുഖം പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരല്ലേ? ഏട്ടന് വേണ്ടി എന്ത് ചെയ്യാനും നിങ്ങൾ എല്ലാവരും തയ്യാറല്ലേ? അതുപോലെ തന്നെയാണ് ഞാനും ഏട്ടനോട് ചെയ്യുന്നത്. എൻ്റെ ഏട്ടന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന വ്രതമാണ്. അത് മുടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഭഗവാനോട് ഞാൻ ആവശ്യപ്പെട്ട കാര്യത്തിൽ എന്തെങ്കിലും മുടക്കം വരുത്തിയാൽ അത് ഞാൻ എൻ്റെ ഏട്ടനോട് ചെയ്യുന്ന അനീതിയാണ്. അതുകൊണ്ട് തന്നെ ഇനിയും നിങ്ങളാരും ദയവ് ചെയ്ത് എന്നെ ഇതിന് നിർബന്ധിക്കരുത്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ഇനിയും എൻ്റെ ഈ പ്രാർത്ഥന തടസ്സം നിൽക്കാൻ ആരും ശ്രമിക്കരുത് എന്ന് പറഞ്ഞ് രാധിക വീണ്ടും പ്രാർത്ഥനയിൽ മുഴുകുമ്പോൾ മുത്തശ്ശിയും പത്മിനിയും രാധികയുടെ നല്ല മനസ്സ് തിരിച്ചറിഞ്ഞ് ആ നന്മ മനസ്സിലാക്കി രാധികയെ നോക്കി പുഞ്ചിരിയോടെ നിന്നു. വരുൺ എത്ര ശ്രമിച്ചിട്ടും രാധികയെ പിന്തിരിപ്പിക്കാൻ കഴിയാത്തതിൻ്റെ വേദനയിലിരിക്കുകയാണ്. അതിനുശേഷം പ്രിയങ്ക റൂമിലെത്തി എങ്ങനെ ഈ ഒരു വ്രതം മുടക്കുക? എല്ലാവരും രാധികയുടെ പിന്നാലെയാണല്ലോ. അവരെല്ലാവരും രാധികയെ ഈ വ്രതം പൂർത്തിയാക്കിയ അവൾ വീണ്ടും കണിമംഗലത്തെ പ്രധാനപ്പെട്ടയാളായി മാറുമല്ലോ. അതിൽ നിന്ന് എങ്ങനെയാണ് ഒന്ന് പിന്തിരിപ്പിക്കുക, ഇതെങ്ങനെ മുടക്കും എന്നതിനെക്കുറിച്ച് തലപുകഞ്ഞ് ആലോചിച്ച് നടക്കുന്നു പ്രിയങ്ക. അപ്പോഴേക്കും റൂമിൽ എത്തിയ സൂര്യ ബെഡിൽ കിടന്നുകൊണ്ട് രാധിക തൻ്റെ കയ്യിൽ ഏൽപ്പിച്ച കൃഷ്ണവിഗ്രഹത്തെ നോക്കി പ്രാർത്ഥിച്ചു, ഭഗവാനെ എന്നെ ഇനി പഴയ അവസ്ഥയിലാക്കണമെന്നും
ഞാൻ ആവശ്യപ്പെടുന്നില്ല. പക്ഷേ എൻ്റെ അനുജത്തി, അവളുടെ ഈ അവസ്ഥയിലൊരു മാറ്റം ഉണ്ടാക്കണം. അവൾ എനിക്ക് വേണ്ടിയാണ് നിരാഹാരം ഇരിക്കുന്നത്. അവളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കണം. എങ്ങനെയെങ്കിലും അവളെ ഈ പ്രാർത്ഥനയിൽ നിന്ന് അവളെ തിരികെ കൊണ്ടുവരണം. അതിനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എത്രയും പെട്ടെന്ന് അവളെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ അവിടുന്ന് എന്തെങ്കിലും പോംവഴി കണ്ടെത്തണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുമ്പോൾ രാധികയായിരിക്കുന്ന പൂജാമുറിയിലേക്ക് പ്രിയങ്ക എത്തി. കലിയോടെ രാധികയെ അവിടുന്ന് കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് പ്രിയങ്ക രാധികയെ വിളിക്കാൻ തുടങ്ങിയതും ഉടനെ തന്നെ ചേച്ചി എന്ന് വിളിക്കാനായിട്ട് രാധിക രാധികയ്ക്കരികിലേക്ക് എത്തി. പ്രിയങ്ക ശബ്ദമുയർത്താൻ തുടങ്ങിയപ്പോഴേക്കും കൽപ്പന വന്ന് പ്രിയങ്കയെ തടഞ്ഞു. "നീ എന്താ അവളെ രക്ഷിക്കാൻ നോക്കുകയാണോ?" എന്ന് ചോദിച്ചതും. "രക്ഷിക്കാനോ? എന്തിന്? ഈ പൂജയിൽ നിന്ന് എങ്ങനെയും ചേച്ചിയെ പിന്തിരിപ്പിക്കാൻ നോക്കിയതാ ഞാൻ" എന്ന് പറഞ്ഞപ്പോൾ കൽപ്പന പറഞ്ഞു, "എന്നാ നീങ്ങി വന്നേ, ഒരു കാര്യം പറയട്ടെ" എന്ന് പറഞ്ഞു പ്രിയങ്കയെ കൽപ്പന വിളിച്ചുകൊണ്ട് പോന്നു. എന്താ എന്താ ഏട്ടത്തി എന്നെ വിളിച്ചത്?" എന്ന് പ്രിയങ്ക വളരെ ഗൗരവത്തോടെ ചോദിക്കുമ്പോൾ കൽപ്പന പറഞ്ഞു, "അല്ല, നിനക്ക് ചേച്ചിയോട് അത്ര വേഗം അങ്ങ് വളരെ സ്നേഹമായി പോയോ? അവളെ ഇനിയും ഇവിടെ നിലനിർത്തിക്കൊണ്ട് പോകാനാണ് നീ ആഗ്രഹിക്കുന്നത്?" അത് കേട്ടപ്പോഴേക്കും പ്രിയങ്ക പറഞ്ഞു, "ഏയ്, അങ്ങനൊരു ആഗ്രഹമൊന്നുമില്ല. ഈ ഒരു കാരണത്താൽ, ഇങ്ങനൊരു വ്രതം എടുക്കുന്നതിന്റെ കാരണത്താൽ ഇവിടെയുള്ളവരെല്ലാവരും ചേച്ചിയുടെ മുന്നിൽ ചെന്ന് കേണപേക്ഷിക്കുന്നു, കാല് പിടിക്കുന്നു. അതുമാത്രം എനിക്കങ്ങ് ബോധിച്ചില്ല. അതുകൊണ്ടാ" എന്ന് പറഞ്ഞപ്പോൾ കൽപ്പന ചോദിച്ചു, "അതെ, എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ. ഇന്ന് അവൾ ഈ പൂജ പൂർത്തിയാക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ?" എന്ന് ചോദിച്ചു. പ്രിയങ്ക പറഞ്ഞു, "അല്ല, പല അത്ഭുതങ്ങളും സംഭവിക്കാറുണ്ടല്ലോ. അതുകൊണ്ട് ചേച്ചിയുടെ കാര്യത്തിൽ അങ്ങനെ ഉണ്ടായാലോ എന്നൊരു ആശങ്കയുണ്ട്, അത്രമാത്രം" എന്ന് പ്രിയങ്ക പറഞ്ഞതും കൽപ്പന പറഞ്ഞു, "എങ്ങനെ? എന്തെങ്കിലും അത്ഭുതം നീ നേരിൽ കണ്ടിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ?" എന്ന് ചോദിച്ചപ്പം, "ഏയ്, അങ്ങനെയൊന്നും ഞാൻ നേരിൽ കണ്ടിട്ടില്ല" എന്ന് പ്രിയങ്ക മറുപടി നൽകി. "എന്നാലേ ഇവിടെയും അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അവള് വ്രതം എടുത്തിരിക്കുന്നത് ജലപാനം പോലും നടത്താതെ അവൾ പട്ടിണിയിരിക്കുന്നത് സൂര്യയിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചല്ലേ? അങ്ങനെ ഒരു മാറ്റം സൂര്യയിൽ ഉണ്ടാകാനായി പോകുന്നില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട പ്രിയങ്ക. അതുകൊണ്ട് അവൾ ഇങ്ങനെ ജലപാനം കഴിക്കാതെ ഇങ്ങനെ എത്ര നാൾ ജീവിക്കും? കൂടിപ്പോയാൽ ഒരാഴ്ച. അതിലപ്പുറമൊന്നും അവൾക്ക് പറ്റില്ല. പിന്നെ അവളെ ഭക്ഷണം കഴിപ്പിക്കാനായി അവളുടെ പിന്നാലെ നടക്കുന്ന കണിമംഗലത്തുള്ളവർ അവരെത്ര നാൾ പിന്നാലെ കൂടും? ഇനി 3-4 ദിവസങ്ങൾ കൂടി. എന്നിട്ടും അവൾ ഈ വാശി തുടരുകയാണെങ്കിൽ പിന്നെ ആരും മൈൻഡ് ചെയ്യാനും പോവില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവൾ ഭക്ഷണം കഴിക്കാതെ അധിക നാളൊന്നും അവൾക്ക് ഇങ്ങനെ ജീവിക്കാനാവില്ലല്ലോ. അതുകൊണ്ട് തന്നെ അങ്ങനെ ഭക്ഷണം കഴിക്കാതിരുന്ന് സ്വയം അവൾ അവളുടെ ജീവിതം ഇല്ലാതാക്കിക്കോളും. അവളുടെ ജീവനും ഇല്ലാതാക്കും. അങ്ങനെ വന്നാൽ അവളുടെ ജീവൻ നഷ്ടപ്പെട്ടതിന് കാരണക്കാരൻ അവൾ പ്രാർത്ഥിക്കുന്ന ഈശ്വരൻ തന്നെയാണെന്ന് എല്ലാവരും വരുത്തിക്കൊള്ളും. നമ്മൾക്കാർക്കും തന്നെ കയ്യിൽ ചോര പുരളാതെ തന്നെ അവൾ എന്ന ശല്യം ഇല്ലാതാവുകയും ചെയ്യും. എന്താ, അത് അത് തന്നെയല്ലേ വേണ്ടത്? അങ്ങനെ ഒരു ആഗ്രഹമല്ലേ നിന്റെ മനസ്സിലുള്ളത് എന്ന് പ്രിയങ്കയോട് കൽപ്പന ചോദിച്ചു. "അതെ ഏട്ടത്തി, ഞാനും അത് തന്നെയാ ചിന്തിച്ചത്. എങ്ങനെയും ചേച്ചി ഇവിടെ നിന്ന് പോകണം. അത്രമാത്രമേ ഉള്ളൂ എനിക്കും" എന്ന്. "ചേച്ചിയുടെ ശല്യം ഇല്ലാതാകണമെന്നേ ഞാനും ആഗ്രഹിക്കുന്നുള്ളൂ" എന്ന് പ്രിയങ്ക പറഞ്ഞു. അത് കേട്ടതും കൽപ്പന പറഞ്ഞു, "എന്നാ അങ്ങനെ ഒരു കാര്യമാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. അതിനുള്ള പോംവഴിയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. വെറുതെ നീ ചെന്ന് അവളുടെ ഈ പൂജ മുടക്കാനൊന്നും നോക്കണ്ട. അവളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനും ശ്രമിക്കണ്ട. അവൾ ഈ പൂജ തുടരുകയാണെങ്കിൽ തുടർന്നോട്ടെ. എത്രനാൾ അവൾ തുടരും? നിരാഹാരം ഇരുന്നിരുന്ന് അവസാനം സ്വയം അവളുടെ ജീവൻ അവൾ തന്നെ ഇല്ലാതാക്കിക്കൊള്ളും. അതല്ലേ നല്ലത്" എന്ന് ചോദിച്ചതും പ്രിയങ്ക പുഞ്ചിരിയോടെ കൽപ്പനയുടെ ആ തീരുമാനം നല്ലതാണെന്ന് ശരിവെച്ച് ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് മടങ്ങണം. പിന്നീട് രാധിക പൂജാമുറിയിൽ നിരാഹാരം ഇരിക്കുന്നത് കണ്ട് സഹിക്കാനാകാതെ ഉറക്കം വിളിച്ച് ഹാളിൽ വന്ന് തനിച്ചിരിക്കുന്ന വരുണിന്റെ അരികിലേക്ക് ചന്ദ്രശേഖർ എത്തി. ചന്ദ്രശേഖർ വന്നതും സന്തോഷത്തോടെ വരുൺ ചന്ദ്രശേഖരനോട് സംസാരിച്ചു. ഉടനെ ചന്ദ്രശേഖർ പറഞ്ഞു, "പാവം രാധികയെ കുറിച്ചാണ് ഞാൻ ചിന്തിച്ചത്. ഈ വീടുമായി യാതൊരു ബന്ധവുമില്ലാത്തൊരു കുട്ടി. എന്നിട്ട് ആ കുട്ടി ഈ വീടിന് വേണ്ടി ചെയ്യുന്നത് കണ്ടില്ലേ? എന്തെല്ലാം കാര്യങ്ങളാണ് ആ കുട്ടി ഈ വീടിനായിട്ട് ചെയ്തു കൂട്ടുന്നത്. ഒരിക്കലും നമ്മൾ ആരും കരുതാത്തതുപോലെ ഒരു പ്രവൃത്തിയല്ലേ ആ കുട്ടി ഇപ്പോൾ ചെയ്യുന്നത്. എത്ര പേർ ഇങ്ങനെ നല്ല മനസ്സോടെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും. എന്തായാലും ഇത് നമ്മൾ ആരും ഒരിക്കലും കരുതാത്ത ഒരു കാര്യമാണ്. രക്തബന്ധം പോലും ഇല്ലാത്ത, യാതൊരു ബന്ധവുമില്ലാത്ത ആ കുട്ടി ഈ കുടുംബത്തോട് ചെയ്യുന്നത്. സത്യത്തിൽ തന്റെ അനുജത്തിയുടെ ഭർത്താവിന്റെ കുടുംബത്തിന് വേണ്ടി ഇങ്ങനെ ഒരു ത്യാഗം ചെയ്യാൻ രാധികയെ പോലെയുള്ള ഒരു പെൺകുട്ടിക്കേ സാധിക്കൂ." അതെല്ലാം കേട്ട് വരുൺ പറഞ്ഞു, "ശരിയാണ്. എല്ലാവരും രാധികയെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടും അതൊന്നും ആരും അതിന് തയ്യാറായില്ലല്ലോ." അപ്പോഴേക്കും ഉടനെ ചന്ദ്രശേഖർ പറഞ്ഞു, "അതെ, ഞാൻ യാത്ര പോയിട്ട് വന്നപ്പോഴേ ഒരു സമ്മാനം ഞാൻ മോന് വേണ്ടി കൊണ്ടുവന്നു.
അത് തരാനായിട്ടാണ് ഞാനിപ്പോൾ വന്നത് എന്ന് പറഞ്ഞു. അത് കേട്ടതും വരുൺ ആകെ അതിശയത്തോടെ ചോദിച്ചു, സമ്മാനമോ? അതെന്താ ഇളയച്ചൻ ഇങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചതും തൻ്റെ കയ്യിലിരുന്ന ആ ബോക്സ് തുറന്ന് അതിലെ ആ സ്വർണ്ണ ചെയിൻ വരുണിനെ കാണിച്ചു. അയ്യോ, ഞാൻ ഇത്തരം കാര്യങ്ങളൊന്നും ഇഷ്ടപ്പെടുന്ന ആളല്ല. എനിക്ക് ഇത്തരമുള്ള ഗിഫ്റ്റുകളോടൊന്നും താല്പര്യമില്ല ഇളയച്ച എന്നറിയിച്ചു. അത് കേട്ടതോടെ ചന്ദ്രശേഖർ ആകെ സങ്കടത്തോടെ അഭിനയം കാഴ്ചവെച്ചു. തൻ്റെ ഈ ഒരു ഗിഫ്റ്റ് അത് വാങ്ങിക്കാതെ പോയതിൻ്റെ നിരാശ ചന്ദ്രശേഖർ വരുണിന് മുന്നിൽ പ്രകടിപ്പിച്ചു. അത് ഇളയച്ചന് വല്ലാത്ത വിഷമമായെന്ന് മനസ്സിലായ വരുൺ അവിടുന്ന് പിണങ്ങിപ്പോകുന്ന വരുൺ ഇളയച്ചനെ വരുൺ പിടിച്ചു നിർത്തി. അയ്യോ ഇളയച്ച, ഇളയച്ചൻ പോവല്ലേ, എനിക്ക് മനസ്സിലായി ഇളയച്ചൻ്റെ മനസ്സിലുണ്ടായ വേദന. എന്തായാലും ഇളയച്ചൻ്റെ സന്തോഷത്തിന് വേണ്ടി ഇളയച്ചൻ തന്നെ ഇതെൻ്റെ കയ്യിൽ അണിയിച്ചോളൂ. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഇത് ഞാൻ സ്വീകരിക്കുന്നില്ല. നിരസിച്ചു എന്ന വേദനയും ഇളയച്ചന് വേണ്ട. ഇന്നൊരു ദിവസത്തേക്ക് മാത്രമേ ഞാനിതെൻ്റെ കയ്യിലിടൂ എന്ന് പറഞ്ഞു. മതി, അത് മാത്രം മതി. അത് മാത്രമേ എൻ്റെയും ആഗ്രഹമുള്ളൂ. ഒരു ദിവസമെങ്കിലും ഇത് നീ ഒന്ന് അണിഞ്ഞു കാണണം. അത്ര മാത്രമേ ഉള്ളൂ എന്ന് ചന്ദ്രശേഖറും പറഞ്ഞു. ഉടനെ വരുണിന്റെ കയ്യിൽ അത് അണിയിച്ചു കൊടുത്തിട്ട് ചന്ദ്രശേഖർ തൻ്റെ ആ ഒരു ആഗ്രഹം സാധിച്ചു എന്ന സന്തോഷത്തിൽ അവിടെ നിന്ന് പോകുന്നു. പുറത്തേക്ക് ഇറങ്ങിയ ചന്ദ്രശേഖർ നരേന്ദ്രനെ വിളിച്ച് ഞാൻ പറഞ്ഞതുപോലെ കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ടെന്നും ഉടനെ ആളുകളെ പറഞ്ഞയച്ചേക്കാനായി പറഞ്ഞു. എൻ്റെ കുട്ടികൾ ഇവിടെ സെറ്റാണ്. ഇപ്പൊ തന്നെ അവർ അതിനുള്ള കാര്യങ്ങൾ നീക്കിക്കോളും എന്ന് ചന്ദ്രശേഖരനോട് നരേന്ദ്രൻ പറയുന്നു. അതിനുശേഷം അവിടെ സെറ്റിയിൽ തന്നെ ഇരുന്ന് വരുൺ അന്ന് നടന്ന സംഭവങ്ങളൊക്കെ ആലോചിച്ചു. സൂര്യയുടെ കാലുകൾ ചലിച്ചതും വിരലുകൾ അനങ്ങി തുടങ്ങിയതുമൊക്കെ ഓർത്തുകൊണ്ട് അങ്ങനെ ഇരിക്കുന്ന നേരത്ത് ഓരോ കാര്യങ്ങൾ ആലോചിച്ച് രാധികയെക്കുറിച്ചുള്ള ഓരോ കാര്യങ്ങളും ചിന്തിച്ച് അങ്ങനെ വരുണിരിക്കുമ്പോൾ പെട്ടെന്ന് വരുണിന്റെ അടുത്തേക്ക് ഗൗതം എത്തുന്നു. ഉടൻ തന്നെ ഗൗതം വന്ന് വരുണിന്റെ കയ്യിൽ കിടക്കുന്ന ആ ചെയിൻ കണ്ടിട്ട് ചോദിച്ചു, ഓഹോ, ഇത് ഏട്ടന് തരാനാണോ അച്ഛൻ കൊണ്ടുവന്നത്? സത്യത്തിൽ ഇത് കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായതാ. ഞാൻ ചോദിച്ചതാ അച്ഛനോട്, അച്ഛനും എനിക്ക് തന്നില്ല. അല്ലെങ്കിലും എന്നെക്കാളേറെ ഇഷ്ടം അച്ഛന് ഏട്ടനോട് തന്നെയാണല്ലോ. വരുണിന്റെ അത്ര കഴിവോ അത്ര വലിയ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യാറില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഉടനെ വരുൺ പറഞ്ഞു, ഏയ്, ഇത് നിനക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടോ? എന്നാ ഇത് ഞാൻ നിനക്ക് തരാടാ എന്ന് പറഞ്ഞപ്പോൾ ഗൗതം പറഞ്ഞു, വേണ്ടേട്ടാ, ഇതിന് അച്ഛന് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. ഏയ്, ഇളയച്ചനോട് ഞാൻ പറഞ്ഞോളാം. എനിക്കത് അത്ര താല്പര്യമുള്ള കാര്യമല്ല. പക്ഷേ ഇളയച്ചന്റെ നിർബന്ധം കൊണ്ട് മാത്രം ഞാൻ ഇളയച്ചന്റെ സമാധാനത്തിന് ഇതെന്നെ കയ്യിലിട്ടു എന്നേ ഉള്ളൂ. ദാ, ഇത് നീ ഇട്ടോ. എനിക്ക് ഇത് വേണമെന്നൊന്നും വലിയ താല്പര്യമില്ല. പിന്നെ നിനക്ക് കിട്ടേണ്ടത് എന്താണെങ്കിലും അത് നിനക്ക് കിട്ടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ ഗൗതം പറഞ്ഞു, ഏട്ടാ, ഇക്കാര്യം അച്ഛനോട് പറയണ്ട. ഞാനത് ചോദിച്ചു വാങ്ങിയതാണെന്ന്. ഏയ്, അങ്ങനെയൊന്നുമില്ല. ഞാൻ അച്ഛനോട് പറഞ്ഞോളാം. ഇളയച്ചനോട് ഞാൻ ഇക്കാര്യം സംസാരിച്ചോളാം. നീ അതോർത്ത് ടെൻഷൻ ആവണ്ട എന്ന് പറഞ്ഞ് ഗൗതമിനോട് അതിട്ടോളാൻ പറഞ്ഞ് വരുൺ ഗൗതമിനെ പറഞ്ഞയച്ചു. ശരി ഏട്ടാ എന്ന് പറഞ്ഞ് ഗൗതം അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ നരേന്ദ്രൻ പറഞ്ഞയച്ച ആ കൃപാസംഘം കണിമംഗലം ലക്ഷ്യമിട്ട് ആ വീട്ടുവളപ്പിലേക്ക് എത്തുന്നു.